നമ്മളെന്താ കേട്ടത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പിനെല്ലാം ഘട്ടത്തിൽ കേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം BJP, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആണല്ലോ. അപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇടപെട്ടിട്ടാണ് ഈ CSR ഫണ്ട് വ്യാപകമായിട്ട് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെയോ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെയോ ഒന്നിനും കൊള്ളില്ല. ഞങ്ങളുടെ ഭാഗമായി നിന്നാൽ ഇതാ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് പകുതി പൈസക്ക് സ്കൂട്ടർ. പിന്നെ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞു, ഇവിടെയുള്ള ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്കും ഞങ്ങളുടെ കേന്ദ്ര നേതാക്കന്മാർക്കെല്ലാം വലിയ വലിയ കമ്പനികളൊക്കെ ആയിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അദാനിയെ പോലെയുള്ള അംബാനിയെ പോലെയുള്ള വമ്പൻ കമ്പനികളുടെ CSR കിട്ടണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ചർച്ചയിൽ നടക്കൂ. അപ്പോൾ അതാണ് ഇവർ താഴെ വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ടുള്ള കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയാൽ ഒരുപാട് പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും പങ്കില്ല എന്ന് പറഞ്ഞ് മാറിയിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അവരുടെ പേരിൽ കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിക്കുണ്ട്. അപ്പോൾ അവർ KPCCയുടെ നേതാവായിട്ടും അല്ലെങ്കിൽ BJPയുടെ നേതാവായിട്ടും അവരുടെ സ്ഥാനാർത്ഥിയായിട്ടുമെല്ലാം അവരുടെ മുഖമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരാൾ ഇത്രമാത്രം ഗൗരവമായ ഒരു ആരോപണം നേരിടുന്ന ഘട്ടത്തിൽ അയ്യോ ഞങ്ങളൊന്നും ഇതിൻ്റെ ആളല്ല, അതൊക്കെ അവർ ഏതോ ഒരു വക്കീലാണ്, ആ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കൈയൊഴിയാൻ വേണ്ടി കഴിയോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കഴിയും എന്ന്. അങ്ങനെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ജനങ്ങൾക്കിടയിൽ നിന്ന് ശരി, അതിന് ജിൻഡോ ഒന്ന് മറുപടി പറയട്ടെ. ഞാൻ വരാം സനോജ്. ശ്രീ ജിൻഡോ, ശരി ശ്രീ ജിൻഡോ. അല്ല വേണു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം മാത്യു കുഴൽനാടൻ്റെ കാര്യം പറഞ്ഞു, AN രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ BJP നേതാവിൻ്റെ പറഞ്ഞു, ലാലി വിൽസൺ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിൻ്റെ പറഞ്ഞു, മറ്റു പലരുടെയും പേര് പറഞ്ഞു. പ്രതിഭ ഹരിയുടെ പേര് നിങ്ങൾ കേട്ടിരുന്നു എവിടെയെങ്കിലും? ഇവരുടെ ഇതേ തട്ടിപ്പ് ചടങ്ങുകളിൽ പങ്കെടുത്ത ഒരു MLA ആണ് പ്രതിഭ ഹരി. കേരളത്തിലെമ്പാടുമുള്ള മിക്കവാറും രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ രാഷ്ട്രീയ വ്യത്യാസം എന്നെ ഈ തട്ടിപ്പുകാർ അവരുടെ പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, അവരുടെ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിഭ ഹരിയുടെ പേര് എന്തുകൊണ്ടാണ് സനോജ് കേൾക്കാതെ പോയത്? ഞാൻ ലാലി വിൽസന്റെ പേര് പറഞ്ഞു, പക്ഷെ ഞാൻ പ്രതിഭാരിയുടെ പേര് പറയാതിരുന്നത് എൻ്റെ ഒരു മര്യാദയുടെ ഭാഗം. കാരണം ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്ന നേതാക്കന്മാരൊക്കെ തട്ടിപ്പിൽ പങ്കാളികളാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ലാലി വിൽസന്റെ അവരുടെ ലീഗൽ അഡ്വൈസർ ആയതുകൊണ്ട് അവർക്ക് കുറെ കൂടി ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറഞ്ഞു. പക്ഷെ പ്രതിഭ ഹരി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു, അത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കുമ്പോൾ മാത്യു കുഴൽനാടന്റെ പേര് നിങ്ങൾ വലിച്ചെടുത്തപ്പോൾ, മാത്യു കുഴൽനാടന്റെ പേര് ഇതിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രതിഭ ഹരിയുടെ കൂടി കാണണമായിരുന്നു. അതാണ് എന്റെ പോയിന്റ്. ഇനി രണ്ടാമത്തത്, കോൺഗ്രസ് നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ ഇവിടെ കണ്ണൂർ ഒരു കേസെടുത്തു, കേസിൽ 7ാം പ്രതിയായിട്ട് ലാലി വിൻസെന്റിന്റെ പേര് വന്നു എന്നുള്ളതിനപ്പുറം അവരൊരു ലീഗൽ അഡ്വൈസർ ആയിട്ടാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ളതെന്ന് അവർ പറയുന്നു. അതിനപ്പുറത്ത് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന്റെ മുമ്പിലുണ്ടോ? എങ്കിൽ എന്തുകൊണ്ടാണ് ലാലി വിൻസെന്റിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഈ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമ്പോൾ ഈ ലാലി വിൻസെന്റ് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ എത്തിയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ട്. എന്തുകൊണ്ട് ലാലി വിൻസെന്റ് ഇത്തരം തട്ടിപ്പിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് നടപടി എടുക്കാതിരുന്നു? കേരളത്തിലെ പോലീസിൽ ഇത്രയും സംവിധാനങ്ങളും നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത്? അപ്പൊ കേരള പോലീസ് പോലും ഇപ്പോഴും അറസ്റ്റ് ചെയ്യാത്ത, കേവലം പ്രതിയാക്കപ്പെട്ടിട്ടുള്ള മാത്രമുള്ള ലാലി വിൻസെന്റിനെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്കും അറിയേണ്ടതുണ്ട്.